നമസ്കാരം. എല്ലാവർക്കും നല്ല സമയം ആശംസിക്കുന്നു. ഓൺ പാസീവിന്റെ തട്ടിപ്പിനെക്കുറിച്ച് നമ്മൾ അറിയാത്ത ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ തുറന്നു കാണിച്ചതിലൂടെ ഒരുപാട് ഓൺ പാസീവ് ഫൗണ്ടിംഗ് മെമ്പേഴ്സ് സത്യാവസ്ഥ മനസ്സിലാക്കി തുടങ്ങി എന്നറിഞ്ഞതിലൂടെ വീണ്ടും ഒരുപാട് സന്തോഷം തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഓൺ പാസീവിനെക്കുറിച്ചും അതിന്റെ സിഇഒ ആഷ് മുഫാരയെക്കുറിച്ചുമുള്ള കൂടുതൽ സത്യങ്ങൾ ആഴങ്ങളിൽ ഇറങ്ങി അറിയാൻ ഒരുപാട് ഫൗണ്ടേഴ്സ് ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് SECയിലെ കേസ്. ഓൺ പാസീവ് ഗ്രൂപ്പ് അഡ്മിന്മാരും മറ്റു ഫൗണ്ടിംഗ് മെമ്പേഴ്സും ഈ വിഷയത്തെ ഗൗരവമായി എടുത്തിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പലരും SEC കേസല്ലേ, അത് ഒത്തുതീർപ്പാക്കിയില്ലേ, ഇനി ഓൺ പാസീവ് തിരിച്ചു വരുമെന്നും മറ്റു ചിലർ SEC ഓൺ പാസീവിനെ കള്ളക്കേസിൽ കുടുക്കിയതാണ്, SECക്ക് ഇത് തന്നെയാണ് പണി, അവർ മറ്റു സ്റ്റാർട്ടപ്പ് കമ്പനികളെയെല്ലാം ഇതുപോലെ കള്ളക്കേസിൽ കൊടുക്കുന്ന ഒരു അതോറിറ്റിയാണ് എന്നെല്ലാം പറയുന്നവരുമുണ്ട്. എന്നാൽ ഈ പാർട്ടിൽ നമുക്ക് SECയെക്കുറിച്ചറിയാം. ശരിക്കും ആരാണ് SEC? എന്താണ് അവരുടെ പ്രവർത്തനം? എത്രത്തോളം അധികാരമുള്ള ഒരു സ്ട്രോങ് ആയ USA ഗവൺമെന്റ് അതോറിറ്റിയാണ് SEC എന്നെല്ലാം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. SEC അഥവാ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻസ്, ഇത് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഒരു ഫിനാൻഷ്യൽ റെഗുലേറ്ററി അതോറിറ്റിയാണ്. എന്താണ് ഈ ഫിനാൻഷ്യൽ റെഗുലേറ്ററി എന്ന് പറഞ്ഞാൽ? ഉത്തരം: ഒരു രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബിസിനസ് കമ്പനികൾ പൊതുജനങ്ങളിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുമ്പോൾ അത് നിയമപരമായിട്ടാണോ നടക്കുന്നത്, വഞ്ചനയുണ്ടോ, കള്ള വാഗ്ദാനങ്ങളുണ്ടോ, ജനങ്ങളെ ചതിക്കുമോ, ഇതെല്ലാം പരിശോധിച്ച് നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെന്റ് സംവിധാനമാണ് ഫിനാൻഷ്യൽ റെഗുലേറ്ററി. ഇതെല്ലാ രാജ്യത്തും പല പേരിലായി അതാത് ഗവൺമെന്റുകൾക്കുണ്ട്. USAയിൽ ഈ ജോലി ചെയ്യുന്നത് SEC ആണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ, വഞ്ചന നടത്തുന്നുണ്ടോ, കള്ള വാഗ്ദാനങ്ങൾ നടക്കുന്നുണ്ടോ എല്ലാം നിരീക്ഷിക്കുകയും അവയിൽ ഇടപെടാനും അധികാരമുള്ള ഏറ്റവും ഉന്നതിയിലുള്ള ഒരു അതോറിറ്റിയാണിവർ. ശരിക്കും SECയുടെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്തൊരു കമ്പനി, ആ കമ്പനി അമേരിക്കയിലെ ജനങ്ങളിൽ നിന്നോ ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാൻ തയ്യാറാവുകയും ആ ഇൻവെസ്റ്റ്മെന്റിന് ഇൻവെസ്റ്റേഴ്സിന് വരുമാനം കൊടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ പാസീവ് ഇൻകം കൊടുക്കാൻ പോകുന്നു എന്ന് തീരുമാനിച്ചാൽ ആ കമ്പനി തീർച്ചയായും ആദ്യം തന്നെ SECയിൽ രജിസ്റ്റർ ചെയ്യണം. ഇതെന്തിനാണ് രജിസ്റ്റർ ചെയ്യുന്നത്? ഉത്തരം: ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി SECയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ പൊതുജനങ്ങളെ സംരക്ഷിക്കുവാനും നിയമപരമായിട്ട് തന്നെയാണോ ഈ ബിസിനസ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുവാനും ഈ കമ്പനിയുടെ ബിസിനസ് മോഡൽ എങ്ങനെയാണ്, പണമിടപാട് നിയമപരമായി തന്നെയാണോ, ഇതൊരു തട്ടിപ്പാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തുവാനുമാണ്. അതോടൊപ്പം തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി റൺ ചെയ്യണമെങ്കിൽ SECയിലെ എന്തെല്ലാം നിയമങ്ങൾ ഈ കമ്പനികൾ പാലിക്കണമെന്ന കർശന നിയമവശങ്ങൾ കൂടിയുണ്ട്. അതെന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അവ താഴെ പറയുന്നു. 1. കള്ള വാഗ്ദാനങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കരുത്. 2. പ്രോഡക്റ്റ് ഉണ്ടെന്ന കള്ളം പറയരുത്. 3. ലോഞ്ച് ഡേറ്റ് കള്ളം പറഞ്ഞ് സമയം നീട്ടിക്കൊണ്ടുപോകരുത്. 4. അസാധ്യമായ ഗ്യാരണ്ടീഡ് വരുമാനം വാഗ്ദാനം ചെയ്യരുത്. അതും ഒരു റിസ്ക്കുമില്ലാതെ, ഒരു ജോലിയും ചെയ്യാതെ പാസീവ് ഇൻകം ലഭിക്കുമെന്ന് പറഞ്ഞാലും അത് നിയമപരമായി കുറ്റമാണ്. കാരണം റിസ്ക് ഇല്ലാതെ ഒരു വരുമാനവും ആർക്കും ഉണ്ടാക്കുവാൻ സാധിക്കില്ല. റിസ്ക് ഇല്ലെന്ന് പറയുന്നത് ഫ്രോഡ് കാറ്റഗറിയിൽ പെടുന്നവയാണ്. 5. പിരമിഡ് പദ്ധതി നടത്തരുത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി സത്യം മാത്രമേ പറയാവൂ എന്നാണ് SECയുടെ റൂൾ. പക്ഷേ ഇവിടെ ഓൺ പാസീവ് എന്ത് ചെയ്തു? ഓൺ പാസീവ് എന്നത് നുണകളുടെ ഒരു ചീട്ടുകൊട്ടാരം തന്നെ ആയതിനാൽ അവർ SECയിൽ രജിസ്റ്റർ ചെയ്യാനേ പോയില്ല. അവർ AI പ്രോഡക്റ്റുകളെല്ലാം റെഡിയാണ്, ഉടൻ ഈ വർഷം തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്നു, ഫൗണ്ടേഴ്സിന് ലൈഫ് ടൈം ഓട്ടോമേഷൻ സിസ്റ്റത്തിലൂടെ ഒരു റിസ്ക്കുമില്ലാതെ വലിയ പാസീവ് ഇൻകം ലഭിക്കും, ഇതൊരു ഹ്യൂമാനിറ്റി ബിസിനസ്സാണ്, ഈ ബിസിനസ്സിലൂടെ ലോകത്തിലെ ദാരിദ്ര്യം തുടച്ചു നീക്കും എന്നിങ്ങനെയുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളും നുണകളുടെ കൂമ്പാരങ്ങളും ഫൗണ്ടേഴ്സിന്റെ ബ്രെയിനിലേക്ക് ഇൻജെക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതിലൊന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടക്കാതിരിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ SEC നിയമ നടപടിയെടുത്തു. SEC പ്രധാനമായും അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഇല്ലീഗൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളും സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നത് നിരീക്ഷിക്കുന്ന ഒരു അതോറിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ട് 2-ൽ പറഞ്ഞതുപോലെ SEC ഒരു ക്രിമിനൽ കോടതിയോ പോലീസോ അല്ല. അതുകൊണ്ട് തന്നെ ആരെയും അറസ്റ്റ് ചെയ്യാനോ ജയിലിൽ അടയ്ക്കുവാനോ ഈ അതോറിറ്റിക്ക് അധികാരമില്ല. പക്ഷേ SECക്ക് ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ അധികാരമുണ്ട്. എന്നിട്ടും കമ്പനികൾ സ്കാം പ്രവർത്തികൾ തുടർന്നുകൊണ്ടിരുന്നാൽ അവർ മുഖേന പോലീസിനെ വെച്ച് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതുമാണ്. SECയിൽ ഓൺ പാസീവിനെതിരെ കേസ് വന്നു, അത് ഒത്തുതീർപ്പായി എന്നൊക്കെ ലാഘവത്തോടെ ആഷ് മുഫാരയോ ലീഡർമാരോ നമ്മോട് പറയുന്ന സമയത്ത് ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ SECയുടെ കേസിന്റെ ഗൗരവം? അല്ലെങ്കിൽ ചിലർ പറയുന്നു SEC മനഃപൂർവ്വം കമ്പനിയെ കേസിൽ കുടുക്കിയതാണ് എന്നൊക്കെ.
നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് SEC ഒരു രാഷ്ട്രീയ സംഘടനയല്ല, ഒരു സ്വകാര്യ കമ്പനിയല്ല, ഒരാളെ വെറുതെ കുടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനവുമല്ല. SEC ഒരാൾ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ് ഒരാളെ നേരിട്ട് കേസ് കൊടുക്കണമെങ്കിൽ അത് കോടതിക്ക് മുന്നിൽ അതിൻ്റെ രേഖകൾ കാണിച്ച് തെളിയിച്ചാൽ മാത്രമേ കോടതി അത് അംഗീകരിക്കുകയുള്ളൂ. മാത്രമല്ല, SEC ഒരു കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നതിന് മുൻപ് അവരൊരു നീണ്ട അന്വേഷണമാണ് ആദ്യം നടത്തുന്നത്. അത് വർഷങ്ങളോളം വരെ നീളുകയും ചെയ്യും. കാരണം ആ കേസ് 90% തട്ടിപ്പാണ് എന്നവർക്ക് കോടതിയെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നുള്ള കർശന നിയമം USA-യിൽ ഉള്ളതുകൊണ്ട്. അതിനാൽ അവർ തട്ടിപ്പ് നടത്തുന്ന കമ്പനികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ഇമെയിലുകൾ, വെബിനാറുകൾ, വെബ്സൈറ്റിന്റെ ഉള്ളടക്കം, പണം വരുന്ന വഴികൾ, കമ്പനി നടത്തുന്നവരുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം അവർ ശേഖരിക്കും. അതിനുശേഷം SEC-യുടെ സീനിയർ വക്കീലുമാർ വീണ്ടും രേഖകളും തെളിവുകളും എല്ലാം പരിശോധിക്കുകയും ചെയ്യും. അതിനുശേഷം അവർ അത്രത്തോളം കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രമാണ് USA-യിലെ ഫെഡറൽ കോർട്ടിൽ ഈ കേസ് സമർപ്പിക്കുന്നതും വിചാരണ നടത്തുന്നതും. USA-യിലെ ഫെഡറൽ കോടതിക്ക് വളരെ ശക്തമായ അധികാരങ്ങളാണ് അവിടെയുള്ളത്. USA-യിലെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തി ആ രാജ്യത്തെ പ്രസിഡന്റ് നടപ്പിലാക്കിയാൽ പോലും അതിനെ റദ്ദാക്കാൻ കഴിയുന്ന അത്രയും സ്ട്രോങ് ആയ ഒരു അന്തിമ വ്യാഖ്യാതാവാണ് USA ഫെഡറൽ കോർട്ട്. ഈ കോർട്ടിലാണ് SEC ഓൺ പാസീവിന്റെ തട്ടിപ്പുകൾ വെളിപ്പെടുത്തിയത്. ഇനി കൂടുതൽ വിശദീകരണത്തിന്റെ കാര്യമില്ല എന്ന് തോന്നുന്നു. കാര്യങ്ങളുടെ ഗൗരവങ്ങളും SEC എത്രത്തോളം കോൺഫിഡന്റ് ആയിരുന്നു ഓൺ പാസീവിനെ സ്റ്റോപ്പ് ചെയ്യാൻ തയ്യാറാക്കിയ നടപടികളിൽ എന്നും ഇതിൽ നിന്നും ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റിന് പോലും ഫെഡറൽ കോർട്ടിന്റെ മുകളിൽ അധികാരമില്ലാത്ത അത്ര പവറുള്ള ഫെഡറൽ കോടതിയിൽ SEC ഓൺ പാസീവിനെതിരെ കേസ് ഹാജരാക്കണമെങ്കിൽ അത് എത്രത്തോളം സത്യസന്ധമായൊരു കേസായിരുന്നു എന്ന് നമ്മുടെ കുഞ്ഞു ബുദ്ധിയിൽ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഇവിടെ നമ്മൾ പാർട്ട് 2-ൽ പറഞ്ഞതുപോലെ SEC ഓൺ പാസീവിനെതിരെ USA-യിൽ കേസെടുത്തത് ഓൺ പാസീവ് കമ്പനി രജിസ്റ്റർ ചെയ്തത് USA-യിലാണ്, ബാങ്ക് അക്കൗണ്ട് USA-യിലാണ്, ലോകമെമ്പാടുമുള്ള ഫൗണ്ടേഴ്സിന്റെ ക്യാഷ് റിസീവ് ചെയ്തതും USA-യിൽ നിന്നുമാണ്. SEC ഫെഡറൽ കോർട്ടിൽ തെളിവുകൾ സമർപ്പിച്ചതിന് ശേഷം അത് ഫെഡറൽ കോർട്ട് അംഗീകരിച്ചാൽ മാത്രമേ SEC ഒരു തട്ടിപ്പ് കമ്പനിക്കെതിരെ ആക്ഷൻ എടുക്കുകയുള്ളൂ. അങ്ങനെയാണ് SEC ഓൺ പാസീവിന്റെ പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചതും പുതിയ ഇൻവെസ്റ്റ്മെന്റ് പബ്ലിക്കിൽ നിന്നും സ്വീകരിക്കുന്നത് നിർത്തിവെപ്പിച്ചു, വൻ പിഴ ചാർജ് ചെയ്തു, ആഷ് മുഫാരയ്ക്ക് ഇത്തരം ബിസിനസ്സുകൾ നടത്താനുള്ള വിലക്ക് ഏർപ്പെടുത്തിയതും ഫൗണ്ടേഴ്സിൽ നിന്നും സ്വരൂപിച്ച $108 മില്യൺ തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടതും. ഇതിൽ തന്നെ ആഷ് മുഫാരയുടെ വൈഫിന്റെ അക്കൗണ്ടുകളിലേക്കും ആഷ് മുഫാരെ പണം കൈമാറ്റം ചെയ്ത രേഖകളും SEC കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അമേരിക്കയിൽ SEC ആണ് റെഗുലേറ്ററി എങ്കിൽ ഇതുപോലെ മറ്റു രാജ്യത്തും റെഗുലേറ്ററികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്ത്യയിൽ RBI ആൻഡ് SEBI, UK-യിൽ FCA ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി, UAE-യിൽ SCA സെക്യൂരിറ്റീസ് ആൻഡ് കമോഡിറ്റീസ് അതോറിറ്റി, കാനഡയിൽ CSA കനേഡിയൻ സെക്യൂരിറ്റീസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അങ്ങനെ ഓരോരോ രാജ്യത്തിനും അവരുടേതായ അന്വേഷണ ഏജൻസികളുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് SEC-യുടെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു. കാരണം ഓൺ പാസീവ് അവരുടെ കേസ് ക്ലോസ് ചെയ്തു എന്ന് പറയുന്നതുകൊണ്ട് ഓൺ പാസീവ് കുറ്റം ചെയ്തില്ല എന്നല്ല അർത്ഥമാക്കുന്നത്. ആഷ് മുഫാരെ ഫൗണ്ടേഴ്സിനെ വഞ്ചിച്ചു എന്ന് വ്യക്തമായി തെളിയിച്ചതുകൊണ്ടാണ് SEC കുറ്റം ചുമത്തിയതും ഫൗണ്ടേഴ്സിനെ വഞ്ചിച്ചു എന്ന് അവൻ സമ്മതിച്ചതുകൊണ്ടുമാണ് പിഴയടച്ച് അവൻ ഈ കേസ് ക്ലോസ് ചെയ്തതും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, ആഷ് മുഫാരെ നിയമലംഘനം നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിനെ വഞ്ചിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹം ഈ കേസിനെതിരെ ഫൈറ്റ് ചെയ്യുകയും ഈ കേസ് നടത്തി വിജയിക്കാനുമല്ലേ അദ്ദേഹം ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കാര്യം ഇനിയെങ്കിലും നമ്മുടെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ മനസ്സിലാവും എന്തായിരിക്കും സത്യാവസ്ഥ എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് SEC-യുടെ അധികാരവും സ്ട്രെങ്തും SEC ഇതുപോലെയുള്ള കമ്പനികളെ പൂട്ടിയാൽ പിന്നെ എന്തായിരിക്കും അവരുടെ ഭാവി എന്നെല്ലാം വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പാർട്ടിൽ നമുക്ക് ഓൺ പാസീവിനെതിരെ SEC കോടതിയെ സമർപ്പിച്ച തെളിവിന്റെ രേഖകളുടെ ഓരോരോ പേജുകളും സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷമുള്ള പാർട്ടിൽ വിക്ടറി വിത്ത് ആഷ് എന്ന നാടകം എന്താണ്, ആ വെബ്സൈറ്റിന്റെയും കമ്മ്യൂണിറ്റിയുടെയും ആയുസ് എത്ര കാലമുണ്ടാകുമെന്നും ആഷ് എന്തുകൊണ്ട് ലൈവ് മീറ്റിംഗുകളിൽ വരാതെ ഫൗണ്ടേഴ്സിൽ നിന്നും പബ്ലിക്കിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്നു എന്നെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൂടാതെ മറ്റു കൂടുതൽ ഭാഗങ്ങളായി ഇത്രയെല്ലാം പടുത്തുയർത്തിയ ആഷ് മുഫാരയ്ക്ക് എന്തുകൊണ്ട് SEC-യെക്കുറിച്ചും അവരുടെ നിയമങ്ങളെക്കുറിച്ചും അറിയില്ലായിരുന്നോ എന്നൊക്കെയുള്ള നമ്മുടെ സംശയങ്ങൾ വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. അതോടൊപ്പം തന്നെ ആഷ് മുഫാരെ നമ്മോട് പറഞ്ഞ മുഹമ്മദ് കമാലും മുഹമ്മദ് നസലും മറ്റു മാനേജ്മെന്റുകളും ചേർന്ന് തന്നെ ചതിച്ചു എന്നും അവർ ഫൗണ്ടേഴ്സിന്റെ പണവുമായി കടന്നുകടഞ്ഞു എന്ന സ്റ്റോറി SEC-യിലും കോടതിയിലും ആഷ് മുഫാരെ എന്തുകൊണ്ട് അവതരിപ്പിച്ചില്ല എന്നെല്ലാം നമുക്ക് ഓരോരോ ഭാഗങ്ങളായി ഡിസ്കസ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.